ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ അല്ല ഈ വീക്ക്ലി അനാലിസിസ് ഇടാൻ പോകുന്നത് മൺഡേ ആണ്. ഓൾറെഡി ഇപ്പോൾ മൺഡേ ആയിക്കഴിഞ്ഞു, പ്രൈസ് ഓപ്പൺ ചെയ്തു. പുതിയൊരു മാസവും കൂടിയാണ് അല്ലേ, പുതിയ മാസം തുടങ്ങിയിട്ട് പ്രൈസ് മാർച്ച് മാസത്തെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെ ആയിട്ടാണ് ഈ മാസം ഒന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു ബിയറിഷ് ക്യാൻഡിൽ. എന്നാൽ ലോങ് ടൈം പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് നോക്കാം വീക്കിൽ എന്താണ് ഇനി കഴിഞ്ഞ വീക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ വീക്കും ഇപ്പോൾ പ്രൈസ് ഒരു ബിയറിഷ് ക്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഇന്ന് ജസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാപ്പിലാണ്. അതിനുശേഷം പ്രൈസ് താഴേക്ക് പോയി ഒരു സൈഡ് വേ ട്രെൻഡ് ആകുമ്പോഴത്തേക്കും പല രീതിയിൽ വരാട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ മാർക്കറ്റിൽ കണ്ടു, അതായത് ഒരു ബുള്ളിഷ് ക്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാപ്പിൽ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടു. നെക്സ്റ്റ് അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തേർഡ് വരെ വരാം. ഇതിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അഞ്ചാമത്തെ തവണ ആയി കഴിഞ്ഞപ്പോഴാണ് പ്രൈസ് എന്ത് ചെയ്തത്, ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാപ്പിൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ മാറ്റങ്ങൾ വരാം. അതേപോലെ സൈഡ് വേ ട്രെൻഡിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നത് ഞാൻ എടുത്തു പറയാൻ പോകും. നമുക്ക് ഡേയിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചകൾ എന്താണ് സംഭവിച്ചത്? ഒരു ബിയറിഷ് ക്യാൻഡിലാണ് കഴിഞ്ഞ ആഴ്ച പ്രൈസ് മൺഡേ ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ജസ്റ്റ് ഒന്നും ബുള്ളിഷിലേക്ക് പോയി ബിയറിഷിലേക്ക് വന്നു. പക്ഷേ ട്യൂസ്ഡേ നമ്മൾ കണ്ടതിനേക്കാൾ നല്ലൊരു ബിയറിഷിലേക്ക് വന്നു. അതിന് ശേഷം വെനസ്ഡേ പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് വന്ന് നേരെ പ്രൈസ് ഒന്ന് കയറി അല്ലേ. ആ ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും പ്രൈസ് വീഴുമെന്ന് വിചാരിച്ച സമയത്ത് കയറി. പക്ഷേ ഓൾറെഡി ഈ ഒരു വീഴ്ച നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രൈസ് ഇങ്ങനെ റേഞ്ചിൽ നിൽക്കുമ്പോൾ പ്രൈസ് നല്ല രീതിയിൽ വീഴാം. ഞാൻ ഓർത്ത് ന്യൂയോർക്ക് മാർക്കറ്റിലും വീണൊരു $200-250 വീഴ്ച ഉണ്ടാവും. പക്ഷേ ന്യൂയോർക്ക് മാർക്കറ്റിൽ പ്രൈസ് തിരിച്ച് കയറി. ഏഷ്യൻ ലണ്ടനും ബിയറിഷ് ആയതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് മാർക്കറ്റ് ബിയറിഷായിൽ തിരിച്ചു കയറിപ്പോവുകയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് ഡേയും ഒരു ബിയറിഷ് ക്യാൻഡിൽ കണ്ടു വന്നാൽ അതിനുശേഷം പ്രൈസ് കയറി വരികയും ചെയ്താൽ നമ്മൾ ഒരു റേഞ്ചിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രൈസ് താഴേക്ക് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മേളിലേക്ക് വന്നൊരു ലിക്വിഡിറ്റി എടുക്കും. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ട്രേഡ് ഇങ്ങനെ എടുത്ത് സുഖമായിട്ട് പോണ സമയത്ത് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഒരു നല്ലൊരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം, അതായത് ഈ ക്യാൻഡിലെ ലോ എടുത്തതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പല ആൾക്കാർ ഇവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ട്രേഡ് എടുത്തതെല്ലാം ഇങ്ങനെ ലോസി പോണേ, പലതും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോണേ. അതായത് ഈ ഒരു പാറ്റേൺ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി. അപ്പോൾ ആ പാറ്റേണിൽ തന്നെയാണ് ട്രേഡ് ഇനിയും പോയത്, പ്രൈസ് മൂവ് ചെയ്തത്. പക്ഷേ ആ പാറ്റേണിൽ ചെറിയ വ്യത്യാസം വന്നു. ആളുകൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്ന പൊസിഷനിൽ എന്ത് ചെയ്യുക, നല്ലൊരു ട്രാപ്പ് തന്ന് ആൾക്കാരുടെ ലിക്വിഡിറ്റി എടുക്കുക. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടതെന്ന ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ട്രാപ്പിൽ ഈ ഒരു ദിവസങ്ങളിൽ ആളുകളെ ട്രാപ്പിലാക്കി ആ ലിക്വിഡിറ്റി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു പൊസിഷനിലൊക്കെ വലിയ ബിയറിഷ് സെല്ലും ബുള്ളിഷ് സെല്ലൊക്കെ കണ്ടുപോയ ആൾക്കാർ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ തുടങ്ങിയത് ഈ ആഴ്ചയായിരിക്കും. മിക്ക ആളുകളും അങ്ങനെ ആയിരിക്കും. നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പൊസിഷൻ, ഞാൻ ഓൾറെഡി ഈ ഒരു പൊസിഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാൽ പ്രൈസ് റേഞ്ചിലായിരിക്കും പോകുന്ന, ലോങ് ടൈം ഹോൾഡ് ചെയ്യരുതെന്ന്. പക്ഷേ ചില എക്സ്പീരിയൻസുള്ള അടക്കമുള്ള ആളുകൾ പോലും കറക്റ്റായിട്ട് അനാലിസ് ചെയ്യാതെ ഈ സമയമാകുമ്പോൾ എന്താ പ്രൈസ് റേഞ്ചിലാണ് പോകുന്നത്. ഇനി എവിടെ ബൈയും സെല്ലും ഇട്ട് കഴിഞ്ഞാലും ടാർഗറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ബൈയും സെല്ലും ഇടും. അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ട്രാപ്പിൽ കയറും. എന്ന് വെച്ചാൽ പ്രൈസ് ഇത്രയും ദിവസങ്ങൾ നമ്മളെ കാണിച്ചു തന്ന ആ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ അവിടെ പ്രൈസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളിനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി തിരിച്ച് പ്രൈസ് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഈ OB-ആണ് പ്രൈസ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ എടുത്തു. അതിന് ശേഷമുള്ള ഇൻറ്റേർണൽ എടുത്തു. ഇനി എടുക്കാനുള്ളത് ഈ ഒരു ഇൻറ്റേർണൽ. ഈ ഇൻറ്റേർണലൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ ലോങ് ടൈം നോക്കാവുന്നതാണ്, നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ. വേറെ OB-കളൊന്നും ഇവിടെ ഇല്ല, ഇൻറ്റേർണൽ OB-കളൊന്നും ഇല്ല. നമുക്ക് നേരെ 4 ഹവറിലേക്ക് പോകാം. 4 ഹവറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ 4 ഹവറിൽ നമുക്ക് വേറെ ഒന്നും എനിക്ക് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. നമ്മളിവിടെ എടുത്തൊരു ലിക്വിഡിറ്റി നേരത്തെ വരച്ചിട്ടതാണ്. ആ ലിക്വിഡിറ്റിയിൽ നിന്ന് കയറിപ്പോയി. ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചത് കറക്റ്റ് അത്. പക്ഷേ നമ്മൾ ഈ ഒരു ഹൈയിൽ നിൽക്കുമ്പോൾ എടുത്തൊരു ലിക്വിഡിറ്റി ആയിരുന്നു. അത് ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നീട് വന്ന സമയത്ത് ഇവിടെ ഈ ലിക്വിഡിറ്റിനേക്കാളും ബെസ്റ്റ് ഈ ഹൈക്കും ലിക്വിഡിറ്റി അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ലിക്വിഡിറ്റി ഇച്ചിരി ബെസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ ശരിക്കും ഇതാണ് ബോഡി ബ്രേക്ക് ചെയ്തത്. ഇതൊക്കെ ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് പ്രൈസ് വീണ് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒന്നും റിയാക്ഷൻ കിട്ടാണ്ട് ഈ ഒരു പൊസിഷനിലത്തേക്ക് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്തത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അത് പണ്ട് വരച്ചിട്ടത് വീണ്ടും വാലിഡാന്നല്ല, സ്ട്രക്ചർ മാറുമ്പോൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിൽ നമുക്കൊരു ഇൻറ്റേർണലൊക്കെ നോക്കി നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ ഹൈ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു കൺഫർമേഷനൊക്കെ നോക്കി നിങ്ങൾക്ക് എടുക്കാം. ഇനിയും പ്രൈസ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ എടുക്കണമെന്നുണ്ടെങ്കിൽ കയറി വന്നൊരു 80 ഈ ഒരു ക്യാൻഡിൽസ് ഒക്കെ കണ്ട
നല്ല റിജക്ഷൻ കണ്ടില്ല. അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് അവിടെ നിന്ന് നല്ല റിയാക്ഷൻ തരും. അല്ല പ്രൈസ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു OB ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു OBയിൽ നിന്ന് പ്രൈസ് കയറാനുള്ള സാധ്യത കൂടുതൽ. അതായത് 560 ആ ഒരു പൊസിഷനിൽ നിന്നൊക്കെ പ്രൈസ് നല്ലൊരു റിയാക്ഷൻ തരാനുള്ള സാധ്യത. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ബൈ എടുക്കാം. ഒരു $19 പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബൈയും സെല്ലുകളും തന്നെ നോക്കുക. പക്ഷെ നല്ല ടാർഗറ്റുകൾ കിട്ടും, നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ. നമുക്ക് 50 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് കിട്ടിയ ട്രേഡാണ്. നല്ല ട്രേഡായിരുന്നു അല്ലേ. ആദ്യം പ്രൈസ് ഒരു ട്രാപ്പ് തന്നു, ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തു, അതിന് ശേഷം നെക്സ്റ്റ് ആണ് പ്രൈസ് കയറിപ്പോയത്. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ IDM ഒന്നും ഇല്ല, എന്നാലും നമുക്ക് എക്സ്ട്രീം ഹോബികൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കയറിപ്പോകും. അതേപോലെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വന്നിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകും. ഇനി കയറി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബോഡി ബ്രേക്ക് ചെയ്തിട്ട് ചെറിയൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. വലിയതായിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ സൈഡ് വേ ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടും റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ട്രേഡുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഗോൾഡിൽ ഏറ്റവും ബെറ്റർ. ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കൺഫർമേഷനോ ഒരു നല്ല ബെറ്റർ സെറ്റപ്പ് ഇല്ലാത്ത ഒരു പൊസിഷനിൽ പോയിട്ട് വെറുതെ ട്രേഡ് ഇടാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ പൊസിഷൻ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ട്രേഡിൽ ലോസിൽ നിൽക്കണേക്കും. നിങ്ങളുടെ ഇമോഷൻസ് ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു ട്രേഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ സെറ്റപ്പിലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡിൽ കയറും. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ബിയറിഷിലേക്ക് പ്രൈസ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് മന്തിലൊന്നും പറയാനില്ല. നമുക്ക് നേരെ വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ ആഴ്ച നല്ലൊരു ബുള്ളിഷ് ആയിരുന്നു. ഈ ആഴ്ച ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിൽ നിന്ന് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് തകർത്ത് കയറി വന്ന് അല്ലേ. തകർത്ത് കയറി വന്ന് ഇതിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ നെക്സ്റ്റ് ഡേയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായി മാറി. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗോൾഡ് ആണെങ്കിലും കറൻസികളാണെങ്കിലും എല്ലാം ഒരേ രീതിയിലാണ് മൂവ് ചെയ്തത്. അത് ശരിക്കും ഒരു ഫണ്ടമെൻ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരേ സൈഡിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐഡിയമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രൈസ് വന്നെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് 4 hourൽ പ്രൈസ് ബുള്ളിഷാണ്. ബുള്ളിഷിൻ്റെ എക്സ്ട്രീം ഹോബിയാണ്. അവിടെ IDM ഇല്ലയെന്ന് നോക്കണ്ട. എക്സ്ട്രീം ഹോബിക്ക് IDMൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല ഇത് ഫെയിൽ ആകണമെങ്കിൽ നെക്സ്റ്റ് ഈ ഹോബിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്. നല്ലൊരു പൊസിഷനാണ്. ഇവിടെ 1 hourൻ്റെ ഹോബി ഉണ്ട്. അവിടെ നിന്നൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇത് ഫെയിൽ ആവല്ല. നേരെ താഴേക്ക് വരണമെങ്കിൽ ഈ ഹോബി ആയിരിക്കും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ബൈയും സെല്ലും നോക്കുക എന്ന് പറയണം. സെല്ലും നോക്കാതിരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് ദിവസം അങ്ങോട്ട് കയറിപ്പോയത് കൊണ്ടൊന്നും പറഞ്ഞ് പ്രൈസ് ഭയങ്കര ബുള്ളിഷാണെന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് കയറുന്നത്. അപ്പോൾ പ്രൈസ് അതേപടി തന്നെ താഴേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. പരമാവധി ന്യൂസൊക്കെ വാച്ച് ചെയ്യുക. ഏത് പെയറിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അതിനും ന്യൂസൊക്കെ വാച്ച് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഡോളറിൻ്റെയാണ്. US ഡോളർ എല്ലാ പെയറിലും മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം EUR/USD ബുള്ളിഷായിരുന്നു. ഈ മാസം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഈ വീക്ക് പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിലാണ്. നമ്മൾ കറൻസികളെല്ലാം കണ്ടു. അതേപോലെ തന്നെ ഗോൾഡ് ചെറിയൊരു ബുള്ളിഷ് ക്യാപ്പിൽ നമ്മൾ കണ്ടു. അതല്ല ആ പാറ്റേൺ തന്നെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിലാണെന്ന് ഞാൻ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും പ്രൈസ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ OBയിൽ നിന്നുള്ള റിയാക്ഷൻ തന്നെയാണ്. പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇവിടം വരെയൊക്കെ വരാം. നമ്മുടെ ഈ OBയിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഇൻറ്റേർണൽ പ്രൈസ് എടുത്തിട്ടുണ്ട്. ഇനി പ്രൈസിന് ഇവിടെ വേറെ ഒന്നും മിറ്റിഗേറ്റ് ചെയ്യാനില്ല. താഴേക്ക് വരാനുള്ള സാധ്യത വേറെ ന്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ EUR/USD നേരെ താഴേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് 4 hourലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 4 hourലൊക്കെ പ്രൈസ് ബിയറിഷാണ്. 4 hourൻ്റെ ഇൻറ്റേർണലൊക്കെ ആണെങ്കിലും ഇവിടെ നിന്ന് പ്രൈസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വെടിപ്പായിട്ടാണ് പ്രൈസ് ഇനി ഇറങ്ങാൻ സാധ്യത. അല്ല പ്രൈസ് കയറി വരികയാണെന്നുണ്ടെങ്കിലും ഈ OB ഇവിടെ ഒരു ജസ്റ്റ് OB കാണുന്നുണ്ട്. അവിടം വരെ വരാം. അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തത് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇനി ഇവിടെ നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. IFC ക്യാൻഡിലാന്ന് പറയാൻ പറ്റില്ല, സിംഗിൾ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. നല്ല ട്രേഡ്സ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബൈയും സെല്ലും നോക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ മെയിനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഗോൾഡും കറൻസികളൊക്കെ ഏകദേശം സെയിം മൂവ്മെൻറ്റ്സ് തന്നെയാണ് നടത്തിയത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. ഈ മാസം നല്ലൊരു ബുള്ളിഷിലേക്ക് തന്നെ നമ്മുടെ ഈ OBയൊക്കെ ഫെയിലായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു OBയാണ്. അവിടെ നിന്നൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരികയാണെങ്കിലും വീക്കിൽ ജസ്റ്റ് പ്രൈസ് ഓപ്പൺ ചെയ്ത് വേറെ ഒന്നും വീക്കിൽ പറയാനില്ല. പ്രൈസ് ഇനി കയറി ഇവിടം വരെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു OBയിൽ നിന്നൊക്കെ സെല്ലൊക്കെ നോക്കുക കേട്ടോ.
നമുക്ക് ഡെയിലേക്ക് വരാം. ഡെയിലി എന്താ സംഭവിച്ചത്? ഡെയിലി ഇപ്പോഴും ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഹൈനെ പ്രൈസ് എടുത്തിട്ടില്ല ഇപ്പോഴും. നോക്കിയേ, ഈ ഒരു ഹൈനെ ഇവിടെ നമുക്ക് മേജർ ഹൈ ഇല്ല എങ്കിൽ പോലും ഈ ഹൈനെ എന്ത് ചെയ്തിട്ടില്ല, പ്രൈസ് ബോഡി ബ്രേക്ക് ഇപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ ഇതേപോലെ ഒരു പാറ്റേൺ വന്നിട്ട് പ്രൈസ് നേരെ ഇറങ്ങിപ്പോയി ചേഞ്ച് ഓഫ് കേർട്ട് തന്ന്, ഇനി തിരിച്ചിങ്ങോട്ട് ചേഞ്ച് ഓഫ് കേർട്ട് തരാതെ പ്രൈസ് ഇനിയും ഇറങ്ങാം. ചിലപ്പോൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസ് തരാം. അപ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിവിടെയാണെന്നുണ്ടെങ്കിലും പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 4 ഹവറിലും കിട്ടിയിട്ടില്ല. അപ്പോൾ സെല്ലിലേക്ക് ഒരു ശക്തമായിട്ട് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. നമുക്ക് 1 ഹവറിലാണെന്നുണ്ടെങ്കിലും ഒരു സെല്ലിംഗ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. കിട്ടുകയെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യുക. അതേപോലെ ബൈയിങ് പൊസിഷനിൽ കിട്ടുകയാണെങ്കിൽ ബൈയിങ് പൊസിഷനിലൊക്കെ തന്നെ നോക്കുക. 2 സൈഡിലേക്ക് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.